എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ, സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന്ന ശുദ്ധിയെ നീക്കിടുവാൻ. തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധി സാക്ഷി നിൽക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം എന്നെ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റീന. ഞാൻ കാച്ചാണി നിന്നാണ് വരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മൈലം CSF സഭയിൽ വെച്ച് ഒരു കൺവെൻഷൻ നടന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി, എനിക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. ആ സമയത്ത് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ എഴുതിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഹാളിൽ എഴുച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ചു. എന്നെ ആ വർഷത്തെ ദൈവം 5 വർഷത്തിന് ശേഷം എനിക്ക് 2 മക്കളെ ദൈവം ഒരുമിച്ച് നൽകി എന്നെ അനുഗ്രഹിച്ചു. കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്ത് അനുഗ്രഹിച്ചു. എല്ലാവരും കരം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമത്തപ്പെടുമാറാകട്ടെ. ഒരു ദിവസം എനിക്ക് കുറുക്ക് ഭയങ്കര വേദനയായിരുന്നു. നൂന്ന് നടക്കാൻ പറ്റുകയില്ലായിരുന്നു. കൂനി മുണ്ടി ആശുപത്രിയിൽ പോയി. ഒരാഴ്ച അവിടെ ചികിത്സിച്ചപ്പോൾ പറഞ്ഞു, സ്കാനെല്ലാം എടുത്തിട്ട് പറഞ്ഞു നട്ടലിൽ 3 എലുമ്പ് ദ്രവിച്ചിരിക്കുകയാണെന്ന്, ഓപ്പറേഷൻ ചെയ്താൽ തന്നെ സുഖമാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ സിസ്റ്ററിനിവിടെ ഫോൺ ചെയ്തപ്പോൾ സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടാൽ ഉടൻ തന്നെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നല്ല സുഖം കിട്ടി. തൊട്ട് തന്നെ ഞാൻ എഴുച്ച് നല്ല നൂന്ന് നടക്കാൻ തുടങ്ങി. അതുവരെ നൂന്ന് നടക്കുമായിരുന്നില്ല. യേശുവിന് സ്തോത്രം. കരം ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായ വയറുവേദനയുടെ ഭാരം അനുഭവിച്ചു. അങ്ങനെ ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് ടെസ്റ്റുകൾ നടത്തുകയും അതിന് പ്രകാരം മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ എനിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. വീണ്ടും ഡോക്ടറെ സമീപിച്ച് വീണ്ടും ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കർത്താവേ, എനിക്ക് ടെസ്റ്റ് ചെയ്ത് എനിക്ക് രോഗമൊന്നും മാറിയിട്ടില്ല. അന്നാളിൽ ഞാൻ ഒരു രാത്രി എനിക്ക് വേദന കൊണ്ട് സഹിയില്ലാതെ ഞാൻ എളിയ സിസ്റ്ററെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ഏതൊരു മരുന്ന് കഴിച്ച് എനിക്ക് ഒരു ഫലവുമില്ല എന്ന് സിസ്റ്ററെ വിളിച്ചറിയിച്ചു. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ദാസി ഇപ്രകാരം പറഞ്ഞു, ദൈവം ഇതാ നിങ്ങളെ തൊട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു, പരിപൂർണ സൗഖ്യവും തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊളസ്ട്രോളിൻ്റെ അസുഖവും അൾസറിൻ്റെ അസുഖവും എന്ന് കണ്ടു. അതിന് പ്രകാരമാണ് ചികിത്സ ചെയ്തത്. എന്നിരുന്നാൽ ഒരു കുറവും കാണാത്തത് കാരണമാണ് എളിയ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ആ നാളുകളിൽ തന്നെ എനിക്ക് പരിപൂർണ സൗഖ്യം, ആ സെക്കൻഡിൽ തന്നെ എനിക്ക് ഒരു തണുപ്പ് അനുഭവപ്പെടുകയും എനിക്ക് പരിപൂർണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് കാണപ്പെടുവാൻ എൻ്റെ കർത്താവായ യേശു അവിടെ നിന്ന് സഹായിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷിയിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്. ഫെബ്രുവരി മാസം 25-ാം തീയതി സഹോദരൻ സഹോദരൻ്റെ ഭാര്യയെ തലയ്ക്കടിച്ച് മെഡിക്കൽ കോളേജിലത്തേക്കും കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ജീവൻ 20% മാത്രമേ ജീവനുള്ളൂ. ഓപ്പറേഷൻ ചെയ്താൽ പോലും ജീവൻ തിരിച്ചു കിട്ടുകയില്ല എന്ന് പറഞ്ഞ്
ഡെഡ് ബോഡി വരെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വരെ ഏർപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നിർബന്ധപ്രകാരം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഡോക്ടറോട് നിർദ്ദേശിക്കുകയും ഡോക്ടർ രാത്രി 10 മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന സമയത്ത് ഞാൻ സിസ്റ്ററോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം സിസ്റ്റർ പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ തൊട്ട് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ അവൾക്ക് പുതിയൊരു തല കൊടുത്ത് വലിയ അത്ഭുതം പ്രവർത്തിച്ച് സുഖം പ്രാപിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച യേശുവെ പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കി നിർത്തിയ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. ഞാൻ BS നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് 2nd ഇയർ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ഹോളിഡേ ടൈമിൽ ബാക്കിലൊരു ചെറിയ തട്ട് കിട്ടി. അത് കാരണം എനിക്ക് എണീറ്റ് നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയായി. ഞാൻ ബെഡിൽ തന്നെ എപ്പോഴും കിടക്കും. എനിക്ക് പഠിക്കാനൊന്നും പറ്റില്ല. അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്ക് പ്രോബ്ലമാണ്, സ്കാൻ ചെയ്യണം, അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. ഞാൻ എക്സാം കാരണം അഡ്മിറ്റ് ആയില്ല. ഹോസ്റ്റലിൽ തന്നെ തിരിച്ചു പോയി എക്സാം എഴുതാൻ പോയി. പക്ഷേ എക്സാം എഴുതാൻ വളരെ കഷ്ടമായിരുന്നു. എന്നെ കൊണ്ട് ഇരുന്ന് എഴുതാനൊന്നും പറ്റില്ല. ഞാൻ ഇരുന്നും കിടന്നൊക്കെയാണ് എക്സാം എഴുതിയത്. എക്സാം തീർന്ന അന്ന് തന്നെ എൻ്റെ പപ്പ വീട്ടിൽ വിളിച്ചിട്ട് വന്നു. അടുത്ത ദിവസം ആശുപത്രി പോകുന്നതിൻ്റെ തലേന്ന് ഞാൻ സിസ്റ്ററിന് പ്രേയറിനെ അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട, ഒരു കുഴപ്പമില്ല, സ്കാനൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ദിവസം ആശുപത്രി പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, സ്കാനൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല എനിക്ക് നല്ലൊരു വിജയവും കിട്ടി. 3rd ഇയറിലും നല്ലൊരു വിജയം ലഭിച്ചു. ഇത്രയും വലിയൊരു അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും കൊടാനോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 5 വർഷത്തിന് മുമ്പ് എൻ്റെ ശരീരം മൊത്തം വ്രണമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവസാനം കാലിലൊരു വലിയ പുണ്ണുണ്ടായി. ഞാൻ 3.5 മാസമാണ് കിടന്നത്. ഡോക്ടർ പറഞ്ഞു ഇത് 6 മാസം കഴിഞ്ഞ് പറയാം പൊറുക്കോ ഇല്ലെന്നുള്ള കാര്യം. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ആരാധനയ്ക്ക് വരുന്ന സഹോദരൻ്റെ അപ്പൻ ഇവിടെ ജനുവരി 1-ാം തീയതിയുള്ള VCD കേസറ്റ് കൊണ്ട് തന്നു, കാണാൻ വേണ്ടി കൊണ്ടുവന്നു. എന്നെ കസേരയിൽ എടുത്തോണ്ടിരുത്തി. ഞാൻ കണ്ടുകൊണ്ടിരിക്കെ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഈ അനങ്ങാതിരുന്ന എനിക്ക് എണീറ്റ് നടക്കാൻ ദൈവം എന്നെ യേശുവപ്പൻ തൊട്ട് എന്നെ സൗഖ്യമാക്കി. അതിന് ഞാൻ 1000 നന്ദി അർപ്പിച്ചു കൊള്ളുന്നു. എൻ്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു സാക്ഷിയായി നിൽക്കാൻ നൽകിയ അവസരത്തിനായി ദൈവത്തിന് ഞാൻ കോടാകോടി നന്ദി അർപ്പിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഞങ്ങൾ വേദനയോടെ കാർത്തിക തിരുനാൾ തിയേറ്ററിൽ ഈസ്റ്റ് വോട്ട് എല്ലാ 2nd സാറ്റർഡേ ഞങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു 2nd സാറ്റർഡേ ആരാധനയിൽ സിസ്റ്റർ ആരാധന മധ്യേ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരിമാരുടെ ഭാഗത്ത് 7ാമത്തെ റോയിൽ ഒരിക്കൽ അബോർഷനായ ഒരു യുവതിക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 2008 ഫെബ്രുവരി 6-ാം തീയതി എനിക്കൊരു ദൈവം ഒരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ആ കുഞ്ഞാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് കോടാകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഞാനിത് വീണ്ടും ഒരിക്കൽ പറഞ്ഞതാണ്, ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി ഈ സാക്ഷി ഒരിക്കൽ പറഞ്ഞതാണ്. ഞാനിപ്പോൾ സാക്ഷി പറയുന്നത് എനിക്ക് പരീക്ഷയിൽ ദൈവം ഒരു വിജയം നൽകിയതിനെ ഓർത്താണ്. 2012 ജൂണിൽ UGC പരീക്ഷ എഴുതുകയുണ്ടായി. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ജയിക്കുമെന്ന് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്യൂസ്ഡേ പോളിയോ ഹോം ആരാധനയിൽ ഞങ്ങൾ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട്. ആ ട്യൂസ്ഡേ പ്രെയറിൽ ബ്രദർ പ്രസംഗമധ്യേ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായി കാത്തിരിക്കുന്ന അനേകർക്ക് ദൈവം വിജയം നൽകിയിരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞ ക്രൈറ്റീരിയയെക്കാട്ടിയും UGC ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി കൂട്ടിയെങ്കിലും ദൈവം എന്നെ കൈവിട്ടില്ല. ആ ഉന്നത ക്രൈറ്റീരിയയിൽ തന്നെ ദൈവം എനിക്ക് പാസ്സാകാൻ സഹായിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് കോടാകോടി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഇവിടെ സാക്ഷിയായി നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് നെഞ്ചുവേദനയുടെ അസുഖം വരുമായിരുന്നു. 1 മാസം ഡോക്ടറെ ചികിത്സ ചെയ്തിട്ട് എനിക്ക് യാതൊരു കുറവുമില്ല. ഈ 2 ECG എടുത്ത് നോക്കിയപ്പോൾ 2 ECGയിൽ ഹാർട്ടിൻ്റെ 2 കുഴപ്പമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്രകാരം ആശുപത്രി അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അന്ന് രാത്രി 10:30 മണിക്ക് സിസ്റ്ററിനോട് കണ്ണുനീരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു.
സിസ്റ്റർ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ എനിക്ക് വിടുതൽ കിട്ടി. അത് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് അഡ്മിറ്റാകാൻ പോയി. അവിടെ 3 ECG എടുത്തു. അതിൽ 3ലും എൻ്റെ ഹാർട്ടിന് യാതൊരു കുഴപ്പവും ഇല്ല. എക്കോ ടെസ്റ്റ് നടത്തി നോക്കി, അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. TMT നടത്തി, ആ ടെസ്റ്റിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എനിക്ക് നേരത്തെ കൊളസ്ട്രോളിൻ്റെയും പ്രഷറിൻ്റെയും തൈറോയിഡിൻ്റെ അസുഖങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഒരു രോഗം തന്നെ എനിക്ക് ഒന്നും തന്നെ ഇല്ല. ഒരു ജോലി പോലും ചെയ്യാനോ എനിക്കൊന്നും ശരീരം അനക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായിരുന്നു എൻ്റെ അവസ്ഥ. ഇപ്പോൾ എല്ലാ രോഗവും മാറിയ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. എനിക്ക് അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച സിസ്റ്ററിനും ഉയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാക്ഷി എനിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ ശ്വാസകോശ സംബന്ധമായി അസുഖത്തിലായിരുന്നു. ഭയങ്കര ഒരു അസുഖത്തിലായിരുന്നു. അനന്തപുരി ആശുപത്രിയിൽ ഏതാണ്ട് ഒരു 15 ദിവസത്തോളം കടന്നായിരുന്നു. അവിടെ പറഞ്ഞു ശ്വാസകോശ സംബന്ധമായ അസുഖമായതുകൊണ്ട് ഓപ്പറേഷൻ വേണം, ഒരു 6 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കയ്യിലാണെങ്കിലും പൈസയില്ല. ഞാൻ അവിടെ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് വളരെ ഭാരത്തോടെ ഇരുന്നപ്പോഴാണ് പ്രേയർ ഗാർഡൻസ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ അത്ഭുതങ്ങൾ സാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ നെയ്യാറ്റിൻകര പ്രാർത്ഥന ഹാളിൽ വരികയും ഇവിടെ എല്ലാ ചടങ്ങിലും പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് വളരെ കൂടുതലായിരുന്നു. ഞാൻ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. ബ്ലഡ് വന്നാൽ യാതൊരു കാരണവശാലും ജീവിക്കാൻ പാടാണെന്നാണ് ഡോക്ടർ അന്നേ പറഞ്ഞു വിട്ടത്. ആ വിഷമത്തോടെ തന്നെ ഞാൻ പ്രേയർ ഗാർഡൻസിൽ സിസ്റ്ററിനെ പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. പ്രാർത്ഥിച്ച ശേഷം സിസ്റ്റർ പറഞ്ഞു, ഈ അസുഖം ഇവിടം കൊണ്ട് മാറുകയാണ്, ഇനി ഒരു കാരണവശാലും ഈ അസുഖം വരത്തില്ല എന്ന് പറയുകയും ഞാൻ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്യുകയും അങ്ങനൊരു അടയാളം പോലും ഇല്ല എന്ന് പറയുകയും ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുകയും ഈ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് കോടി കോടി നന്ദി പറയുന്നു. ബ്രദറിനും സിസ്റ്ററിനും ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇത് വിടവാങ്ങുന്നു. നിങ്ങളെ സൗഖ്യമാക്കിയ ദൈവത്തിന്റെ പേരെന്താണ്? യേശുനാഥൻ. കൈ ഉയർത്തി ദൈവത്തെ യേശുവേ സ്തോത്രം. ഞാൻ സാക്ഷ്യം പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ +2 പരീക്ഷ 6 തവണ എഴുതിയിട്ടും ഒരു വിജയം കിട്ടിയില്ല. സാറുമാർ പറഞ്ഞു ഇനി എഴുതണ്ട, ജയിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭാരത്തോടെ ഇവിടെ 2ാം ശനിയാഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്നു. ബ്രദർ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പ്രാർത്ഥനയിൽ ഞാനും കൂടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിലും അധികം ഉന്നത ഗ്രേഡ് അന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് സൗമ്യ. ഞാൻ കൊല്ലം ഉപാസന നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ പരീക്ഷ വളരെ പാടായിരുന്നു. ഞാൻ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ദൈവം ഉന്നത വിജയം ഒരുക്കിയിരിക്കുന്നുവെന്ന്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉന്നത വിജയം തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തുടർന്നുള്ള വർഷങ്ങളിലും സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരുന്നു. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി 4 വർഷവും പ്രതീക്ഷിച്ചതിലുപരി മാർക്കോടുകൂടി ഉന്നത വിജയം ഒരുക്കുകയും ആ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അവാർഡ് എനിക്ക് തന്നെ ലഭ്യമാവുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായി സാക്ഷി പറയുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അനിയത്തി BSc മാത്സ് പരീക്ഷ ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയിട്ട് തോൽക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നത്. സിസ്റ്റർ പ്രാർത്ഥനാ മധ്യേ പറഞ്ഞു, പരീക്ഷ എഴുതി തോൽക്കുമെന്ന് ഭാരത്തോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. അനിയത്തിയും കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നപ്പോൾ അവൾ തോൽക്കുമെന്ന് വിചാരിച്ച് റിസൾട്ട് പോലും നോക്കിയില്ല. അപ്പോൾ ഒരു കൂട്ടുകാരി വിളിച്ചു പറഞ്ഞു ജയിച്ചിരിക്കുന്നു, 2nd ക്ലാസ് ഉണ്ടെന്ന്. എന്നാൽ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ 1st ക്ലാസ്സോടുകൂടി അവൾക്ക് ദൈവം വിജയം ഒരുക്കിയിരുന്നു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ പലവിധ രോഗത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും അനേക ഡോക്ടർമാർ ജീവിതത്തിൽ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ അനേക രോഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ കഷ്ടവും പ്രയാസവും അനുഭവിച്ചു. ഡോക്ടർമാർ ജീവിതത്തിൽ മാറുകയില്ല എന്ന് പറഞ്ഞ എല്ലാ രോഗവും എൻ്റെ വലിയവനായ ദൈവം സൗഖ്യമാക്കി. ഞാനിപ്പോൾ സാക്ഷി പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ഡെങ്കിപ്പനിയുടെ അസുഖം വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കൊണ്ട് സമീപിച്ചു. ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. 2 ദിവസം അവർ ട്രീറ്റ്മെൻറ്റെല്ലാം ചെയ്തപ്പോൾ എനിക്ക് ബ്ലഡ് കൗണ്ട് ആദ്യത്തെ ദിവസം 85,000 ആയിരുന്നു. 2ാമത്തെ ദിവസം അത് 75,000 കുറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി
പിന്നെ നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇവിടെ ട്രീറ്റ്മെൻ്റ് ഇല്ല, നിങ്ങൾ അനന്തപുരിയിലോ കിംസിലോ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ ആ ഹോസ്പിറ്റലിൽ നേരെ അനന്തപുരിക്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ അനന്തപുരി ഹോസ്പിറ്റലിൽ പോയി, തിരുവനന്തപുരത്ത്. അവിടെ എന്നെ അന്ന് രാത്രി 9 മണിക്കാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ അന്ന് ഡ്യൂട്ടിയിലായിരുന്ന ഡോക്ടർ പറഞ്ഞു, ഇത് അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഡോക്ടർ നാളെ 9 മണിക്കേ വരികയുള്ളൂ, ഇന്ന് തൽക്കാലം നിങ്ങൾക്ക് ഒരു ട്രിപ്പ് മാത്രം തരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ട്രിപ്പ് കഴിഞ്ഞു. എന്നിട്ട് അന്ന് രാത്രിയിൽ തന്നെ ഞാൻ കർത്താവിൻ്റെ ദാസിയെ വിളിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. കർത്താവിൻ്റെ ദാസിയോട് ഞാൻ എൻ്റെ ഈ അവസ്ഥ പറയുകയുണ്ടായി. കർത്താവിൻ്റെ ദാസി എനിക്ക് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മറുദിവസം രാവിലെ ഡോക്ടർ വന്ന് എൻ്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ എൻ്റെ ബ്ലഡ് കൗണ്ട് ഏകദേശം 1.5 ലക്ഷമായി കൂടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ എൻ്റെ വലിയവനായ ദൈവം എൻ്റെ ഡെങ്കിപ്പനിയിൽ നിന്നും പരിപൂർണ്ണ സൗഖ്യം തന്നു. എൻ്റെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്ത ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം എന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ചില ബന്ധുക്കൾക്ക് ജാമ്യം നിന്നത് കാരണം വലിയ കടബാധ്യതയിലായി. യാതൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ ആകെ ഉണ്ടായിരുന്ന വീടും സ്ഥലവുമെല്ലാം വിറ്റ് കടം തീർക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ഒരാൾ എനിക്കെതിരായി കോടതിയിൽ കള്ളക്കേസ് കൊടുക്കുകയും ഈ വസ്തുവും വീടും അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. കൂടാതെ ആ വസ്തുവിൽ ധാരാളം ബാധ്യത ഉണ്ടെന്ന് അയാൾ കള്ളപ്രചരണം നടത്തി. അങ്ങനെ ആരും വാങ്ങാൻ തയ്യാറാകാതെ വന്നു. ഞങ്ങൾ വളരെ വിഷമത്തിലായി. ഈ സമയത്ത് ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ ചാർച്ചക്കാരും സുഹൃത്തുക്കളും എല്ലാവരും ഞങ്ങളെ കൈവിട്ട അവസ്ഥയിലായി. അവസാനം ഒരാൾ വരികയും അയാൾ പറഞ്ഞ തുച്ഛമായ വിലയ്ക്ക് വീടും സ്ഥലവും എല്ലാം വിൽക്കേണ്ടതായി വരികയും ചെയ്തു. ഈ തുക കൊണ്ട് കടബാധ്യത തീർന്നില്ലെന്ന് മാത്രമല്ല, ഒരു വലിയ തുക വീണ്ടും കടമായി അവശേഷിച്ചു. എനിക്ക് മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെ 9 കേസുകൾ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, ദാരിദ്ര്യം, ശമ്പളത്തിൽ റിക്കവറി, രോഗദുരിതങ്ങൾ, കഷ്ടത, വളരെയധികം വേദനാജനകമായ അവസരമായിരുന്നു അത്. അങ്ങനെ വളരെ ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ പ്രയർ ഗാർഡൻസിൽ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിച്ചല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അതായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ബ്രദറും സിസ്റ്ററും ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യേശു കർത്താവ് മനസ്സലിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒന്നാമതായി ഞങ്ങളുടെ രോഗദുരിതങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് അത്ഭുത സൗഖ്യം നൽകി രക്ഷിച്ചു. ഉപജീവന മാർഗം തുറന്നു തന്നു. ശമ്പളത്തിലുള്ള റിക്കവറി എല്ലാം മാറ്റി തന്നു. അതുപോലെ എൻ്റെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള മാർഗം ദൈവം തുറന്നു തന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ ദൈവം ചെയ്തു. കേസുകളിലെല്ലാം ഞങ്ങൾക്ക് ജയം തന്നു. വലിയ അത്ഭുതം പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങൾക്ക് ജയം തന്നു. പക്ഷേ ഞങ്ങൾക്ക് വീട് സ്ഥലവും നഷ്ടപ്പെട്ട 6.5 വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വീണ്ടും വീടും സ്ഥലവും ഒന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. 1 സെൻറ്റ് വസ്തുവില്ല, വീടില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രയർ ഗാർഡൻസിൽ ബ്രദറും സിസ്റ്ററും വീടില്ലാത്ത ഇവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 2011 ഒക്ടോബർ മാസം 26-ാം തീയതി ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായി സിസ്റ്ററിനോട് ഫോണിലൂടെ അപേക്ഷിച്ചു. സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 6 മാസത്തിനകം ദൈവം നിങ്ങൾക്ക് സ്വന്തം ഭവനം തരാൻ പോകുന്നുവെന്ന് ദൈവാലോചന വെളിപ്പെടുത്തി. ആ സമയത്ത് ഞങ്ങൾക്ക് വാങ്ങാനുള്ള കാശൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഈ 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ 2012 ഫെബ്രുവരി മാസം 22-ാം തീയതി ഞങ്ങൾക്ക് നല്ല മനോഹരമായ ഒരു ഭവനം, ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത അത്രയും നല്ല ഒരു ഭവനം ദൈവം ഞങ്ങൾക്ക് തന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ സ്ഥലവും അതിനേക്കാളും നല്ല വീടും ദൈവം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ
ഞങ്ങളുടെ കഷ്ടത ഗുണമാക്കി തീർത്ത യേശു കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ബ്രദറിനും സിസ്റ്ററിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ മാർച്ച് മാസം എൻ്റെ മകന് കാലുമുട്ടിലൊരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വരെയും യൂറിൻ പുറത്തേക്ക് പോകാതെ വളരെ വേദന അനുഭവപ്പെട്ടു. 3-ാമത്തെ ദിവസം വേദന അതികഠിനമായി നിലവിളിക്കുന്ന സമയത്ത് ഞാൻ പ്രേയർ ഹാളിലേക്ക് പ്രാർത്ഥനയ്ക്കായി വിളിച്ചു. ബ്രദർ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, ഒരു സാക്ഷിയായി നിൽക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ ഈ പൈതലിന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ പൂർണ്ണമായ വിടുതൽ തന്നു. പൂർണ്ണമായ പരിപൂർണമായ സൗഖ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ദൈവം സഹായിച്ചു. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് ഡെങ്കിപ്പനി ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കൗണ്ട് വളരെ വളരെ താണ് മരണാവസ്ഥയോളം എത്തിയ സമയത്ത് ഞാൻ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: പൈതലിനെ, നിങ്ങളുടെ മകളെ ദൈവം തൊട്ട് വിടുവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ നിമിഷം തന്നെ കൗണ്ട് വളരെ താണിരുന്നത് കൂടുകയും പരിപൂർണമായ സൗഖ്യം ആവുകയും ചെയ്തു. ഇത്രയും അത്ഭുത വിടുതൽ തന്ന യേശുവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കാൻ ദൈവം ഒരുക്കിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. എനിക്ക് 2010 മാരകമായ ഒരു രോഗാവസ്ഥയുണ്ടായി. ശരീരം മുഴുവനും കഴല വന്ന് അത് പൊട്ടി നീര് ഒലിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിലും സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആശുപത്രികളിലൊക്കെ പോയി രോഗം എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാനൊന്നും സാധിച്ചില്ല. കൊടുക്കാൻ ഡോക്ടർമാർ പറഞ്ഞ് ഇവിടുത്തെ ഹോസ്പിറ്റലിലൊന്നും ഇതിനുള്ള ചികിത്സയില്ല, ഇത് പാൻകുലാരിറ്റീസ് എന്ന ഒരു മാരകമായ രോഗമാണ്, അത് വലിയൊരു ആശുപത്രിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ പോകാനുള്ള ഒരുക്കങ്ങളായിരിക്കെ രാത്രിയിൽ എൻ്റെ മോൻ സിസ്റ്ററിനോട് പ്രാർത്ഥനയ്ക്കായി വിളിച്ചപേക്ഷിച്ചു. അപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: നിൻ്റെ അമ്മയെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ വ്രണങ്ങളെല്ലാം കരിയുവാനും പരിപൂർണ സൗഖ്യം ലഭിക്കുവാനും ഇടയാക്കി. ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവം എനിക്ക് പരിപൂർണ വിടുതൽ തന്നു. ഞങ്ങൾ ഹിന്ദു ഫാമിലിയിലെ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ ഇത്രത്തോളം അറിയുവാനും ഒരു കുടുംബം മുഴുവനും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും എനിക്ക് വന്ന രോഗാവസ്ഥ മുഖാന്തരം എൻ്റെ ജീവനുള്ള ദൈവം ഇടയാക്കി. എൻ്റെ ദൈവത്തിന് കോടാനുകോടി സ്തോത്രവും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയ മധ്യസ്ഥത ബ്രദറും സിസ്റ്ററിനും കോടാനുകോടി സ്തുതി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായി നിർത്തുവാൻ ദൈവത്തിന് ചെയ്ത കൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2011 അമേരിക്കയ്ക്ക് പോകാൻ വിസയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഭർത്താവും ആപ്ലിക്കേഷൻ അയച്ച് ഇൻ്റർവ്യൂവിന് പോവുകയുണ്ടായി. ഇൻ്റർവ്യൂവിന് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്നെങ്കിലും ഭർത്താവിന് 10 വർഷത്തേക്ക് വിസ അനുവദിക്കുകയും എൻ്റെ ജോലിയുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളും അന്വേഷിച്ചിട്ട് എനിക്ക് വിസ തരുകയുള്ളൂ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയും 2 മാസം കഴിഞ്ഞ് എനിക്ക് 1 വർഷത്തേക്ക് വിസ തരികയും ചെയ്തു. എന്നാൽ ആ 2012 ഏപ്രിലോടുകൂടി ആ വിസ തീർന്നു. വീണ്ടും ഒരിക്കൽ കൂടി പോകുവാൻ വേണ്ടി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുവാൻ തീരുമാനിച്ചു. എങ്കിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കർശനമായ നിയമങ്ങളൊക്കെ ആയിരുന്നു അവർക്ക്. 2 ദിവസം ആക്കി ഇൻ്റർവ്യൂ കൂടുതലാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് വിസ കിട്ടുവാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് തോന്നിയത്. എങ്കിലും ഒരു ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞിട്ട് ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ബ്രദറിനോട് പ്രാർത്ഥിച്ചത് 5 വർഷത്തേക്കെങ്കിലും എനിക്ക് വിസ കിട്ടണേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായി പോവുക, ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഒരു ചോദ്യവുമില്ലാതെ അന്ന് തന്നെ എനിക്ക് 10 വർഷത്തേക്ക് വിസ അനുവദിച്ചു. ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കാച്ചാണിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പല സ്ഥലങ്ങളിലായി ദൈവം എനിക്ക് ജോലി തന്നിരുന്നു. ഇതിൽ 3 എണ്ണവും കരാറടിസ്ഥാനത്തിലുള്ള സർക്കാർ ജോലികളായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ സ്ഥിരമായിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടി ടെസ്റ്റുകളെല്ലാം എഴുതുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ എഴുതിയിരുന്ന ടെസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കുള്ള പരീക്ഷയായിരുന്നു.
കഴിഞ്ഞ വർഷം പോളിയോ ഹോം ഹാളിൽ ഒരു ചൊവ്വാഴ്ച ആരാധനയിൽ ബ്രദർ പ്രാർത്ഥനയ്ക്ക് മധ്യ ഇപ്രകാരം പറഞ്ഞു: അനേക ടെസ്റ്റുകൾ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യുവാവിന് ഉടനെ കർത്താവ് ജോലി കൊടുക്കാൻ പോകുന്നുവെന്ന്. 2 ആഴ്ചകൾക്കകം തന്നെ എനിക്ക് അഡ്വൈസ് മെമ്മോയും അപ്പോയിൻമെൻറ്റ് ഓർഡറും കിട്ടുകയുണ്ടായി. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായി ചാർജ് എടുക്കുകയും അവിടെ തന്നെ ജോലിയിൽ തുടരുകയും ചെയ്യുന്നു. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച കർത്താവിന് നന്ദി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ജോസഫ്. ഞങ്ങൾ കുന്നപ്പുഴയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷി പറയുന്നത്. കഴിഞ്ഞ വർഷം MSc ഫൈനൽ ഇയർ പരീക്ഷ എഴുതുകയുണ്ടായി. പരീക്ഷയിൽ 1-2 പേപ്പർ വളരെ പ്രയാസമായിരുന്നു. അപ്പോൾ ആ സമയം ഞങ്ങൾ സിസ്റ്ററെ ഫോണിൽ വിളിക്കുകയും ഈ വിഷയം പറഞ്ഞ് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറയുകയുണ്ടായി: ഭയപ്പെടേണ്ട, ദൈവം അത്ഭുത വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, റിസൾട്ട് വന്നപ്പോൾ മകൾ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സാകുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇടയാക്കി. ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഞാനിവിടെ സാക്ഷി പറയുന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ്. എൻ്റെ കുഞ്ഞ് ജനിച്ച് 3 ദിവസമായപ്പോൾ അവന് അതിഭയങ്കരമായ ശ്വാസതടസ്സം നേരിട്ടു. കുഞ്ഞിനെ ICUയിലേക്ക് പ്രവേശിച്ചു. പരിശോധനയിൽ കുഞ്ഞിൻ്റെ ഹാർട്ടിന് 3 ഹോളുള്ളതായും കൂടാതെ കുഞ്ഞിനെ ന്യൂമോണിയ ബാധിച്ചിരിക്കുന്നതായും കണ്ടെത്തി. കുഞ്ഞിൻ്റെ നില സമയം കഴിയുന്തോറും വളരെ ദയനീയമായി തുടർന്നു. ഡോക്ടേഴ്സിനെ സമീപിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്ന്. ഞാൻ അപ്പോൾ തന്നെ സിസ്റ്ററിനെ ഫോണിൽ ബന്ധപ്പെട്ടു പ്രാർത്ഥനയ്ക്ക് ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം വിടുവിച്ചിരിക്കുന്നു, കുഞ്ഞിനെ ദൈവവേലയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന്. സിസ്റ്റർ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ കുഞ്ഞിൻ്റെ ന്യൂമോണിയ വിട്ടുമാറി. അതിനുശേഷം കുഞ്ഞിനെ തിരുവനന്തപുരത്തുള്ള ശ്രീചിത്ര മെഡിക്കൽ സെൻ്ററിലേക്ക് പ്രവേശിപ്പിച്ചു. അവിടെ ചെന്നപ്പോഴും 3 ഹോളുണ്ട്. ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിനെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് 3 മാസം കഴിഞ്ഞ് ഓപ്പറേഷൻ കണക്കാക്കി വരാൻ പറഞ്ഞു. അതിനുശേഷം ഓപ്പറേഷൻ്റെ ഡേറ്റ് തരാം എന്ന്. ഓപ്പറേഷന് ഡേറ്റ് ചോദിക്കുന്നതിൻ്റെ തലേ ദിവസം ഒരു വ്യാഴാഴ്ച ആരാധനയിൽ ഞാനിവിടെ പങ്കെടുത്തു. ആരാധന കഴിഞ്ഞതിന് ശേഷം സിസ്റ്ററെ നേരിൽ കണ്ട് പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചു. സിസ്റ്റർ പറഞ്ഞു, നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോളുകളെല്ലാം അടഞ്ഞിരിക്കും, നിങ്ങൾ വന്ന് ഇവിടെ സാക്ഷി പറയണം എന്ന്. പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി. എക്കോ എടുത്തു, ഹോളൊന്നുമില്ല. എന്നാലും ഡോക്ടേഴ്സിനൊരു സംശയം, കാരണം ഓപ്പറേഷന് ഡേറ്റ് ചോദിക്കാനാണ് വന്നത്. അപ്പോൾ ഇത്ര പെട്ടെന്ന് ഹോൾ അടയുമോ എന്ന് ഡോക്ടേഴ്സിന് സംശയമായി. ഡോക്ടേഴ്സ് അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ മറ്റൊരു സിസ്റ്റത്തിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വീണ്ടും എക്കോ എടുത്തതിൽ അതിലും ഹോളൊന്നുമില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഹോളെല്ലാം അടഞ്ഞിരിക്കുന്നു, ഇനി ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യമില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇത്ര അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മിനിസ്ട്രി ഓഫ് ജീസസ് എന്ന കൂട്ടായ്മ നമുക്ക് തന്ന ദൈവത്തിന് ആദ്യമായി നന്ദി കരയേറ്റുന്നു. ഞങ്ങൾ കുടുംബമായി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഞങ്ങളെ കർത്താവ് കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ദൈവം ഈ ആരാധനയിലൂടെ വാരി ചൊരിഞ്ഞു തരികയാണ്. കർത്താവിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. വീണ്ടും അടിയനെ ഈ 10,000ങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി എഴുന്നേൽപ്പിച്ച് നിർത്തിയ കർത്താവിന് സ്തോത്രം പറയുന്നു. 2012 അടിയൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരത്ഭുതത്തെ സാക്ഷീകരിപ്പാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ KSRTCയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. 31/3/2012 ഞാൻ വിരമിക്കേണ്ടിയിരുന്നത്. വിരമിക്കലിന് തൊട്ട് മുമ്പുള്ള ലീവിനായി ഞാൻ നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് റിട്ടയർമെൻറ്റ് പ്രായം വർദ്ധിപ്പിച്ചതായുള്ള വിവരം അറിയുന്നത്. ഉടൻ തന്നെ അപേക്ഷിച്ച ലീവ് റദ്ദ് ചെയ്യാൻ വേണ്ടി ഞാൻ അധികൃതർക്ക് ഒരു അപേക്ഷ കൊടുത്തു. എന്നാൽ എൻ്റെ അപേക്ഷ പരിഗണിക്കാതെ ഉന്നത സ്ഥാനങ്ങളിൽ പിടിയുള്ള സ്വാധീനമുള്ള ഒരാളെ എൻ്റെ സ്ഥാനത്തിൽ പോസ്റ്റ് ചെയ്ത്
എന്നെ 20 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഓഫീസിലേക്ക് അധികൃതർ സ്ഥലം മാറ്റുകയാണ് ഉണ്ടായത്. റിട്ടയർ ചെയ്യുവാൻ വെറും മാസങ്ങൾ മാത്രമുള്ളപ്പോൾ KSRTC മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്നെ വളരെയധികം മാനസികമായി തകർത്തു. ഇത്രയും ദൂരം യാത്ര ചെയ്ത് ദിവസേന ജോലിക്ക് പോകാനുള്ള ആരോഗ്യസ്ഥിതിയും എനിക്ക് ഇല്ലായിരുന്നു. ഞാൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്താൽ എന്തെന്ന് പോലും ആലോചിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിസ്റ്ററെ ഞാൻ ഫോണിൽ വിളിച്ച് എൻ്റെ വിഷമം അറിയിച്ച് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടു. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, സമാധാനമായിരിക്കുക, നിങ്ങളുടെ ആഗ്രഹം ദൈവം സാധിച്ചു തരുമെന്ന്. ദിവസങ്ങൾക്കകം തന്നെ എൻ്റെ സ്ഥലമാറ്റ ഉത്തരവ് റദ്ദ് ചെയ്യുകയും ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ തന്നെ എന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ കർത്താവിന് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മിനിസ്ട്രിയെ നയിക്കുന്ന, ഈ മിനിസ്ട്രിയെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദറിനും സിസ്റ്ററിനും കുഞ്ഞിനും ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വിജയകുമാരി. ഞാൻ തിരുവനന്തപുരം കവടിയാറിൽ നിന്ന് വരുന്നു. എന്നെ വൈറൽ ഫീവറായിട്ട് മെയ് മാസം 16-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പട്ടം SUT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവിടെ വച്ച് വളരെ അത്യാസന്ന നിലയിലാകുകയും ചെയ്തു. ബ്ലഡിൽ ഓക്സിജൻ്റെ കുറവ് അനുഭവപ്പെട്ടു. രക്തം വൊമിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രഷർ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് സിസ്റ്ററിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. ആ സമയത്ത് സിസ്റ്റർ എനിക്കൊരു പ്രാർത്ഥന ചൊല്ലിത്തരികയും ഞാനത് ഏറ്റു ചൊല്ലുകയും ചെയ്തു. അതിൻ്റെ അവസാനമായിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞു, ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുകയും എൻ്റെ പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അന്നു മുതൽ ഇന്ന് വരെ ദൈവം എന്നെ കാത്തു സൂക്ഷിക്കുന്നു. ഇത്രയും അത്ഭുതം ചെയ്ത ദൈവത്തിന് കോടാകാനും കോടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിന്ന് അവസാനിക്കുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലൊരു സാക്ഷിയായി നിൽക്കാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് നൽകിയ കൃപയോർത്ത് സ്തുതിക്കുന്നു. ഞാൻ ആദ്യമായി സാക്ഷി വരുന്നത് എനിക്ക് തന്നെയാണ്. എൻ്റെ പേര് സുജയാണ്. ഞാൻ താമസിക്കുന്ന കേശവദാസപുരത്താണ്. ഏതാണ്ട് 5 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പോളിയോ ഹോമിൽ ചൊവ്വാഴ്ച വൈകുന്നേരം നടക്കുന്ന ആരാധനയിൽ പങ്കെടുക്കുകയായിരുന്നു. ഇപ്പോഴും അവിടെ ചൊവ്വാഴ്ച ആരാധന ഞാൻ പങ്കെടുക്കുന്നു. 5 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ആരാധനയെ പങ്കെടുത്തൊരു ദിവസം കഴുത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ഇതിൻ്റെ ഈ വശത്ത് ഉമിനീർ ഗ്രന്ഥിക്ക് വീക്കം വന്ന് അതൊരു ഓപ്പറേഷൻ ചെയ്യണം, അത് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന അവസരത്തിൽ ആരാധന കഴിഞ്ഞ് പുറത്ത് ദേവദാസൻ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഇങ്ങനെ എൻ്റെ അവസ്ഥ പറയുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായി അപേക്ഷിച്ചു. ദേവദാസൻ അപ്പോൾ തന്നെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ ഈ മകളുടെ രോഗം ഇപ്പോൾ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞ് ആ നിമിഷം തന്നെ കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കി പൂർണ്ണമായ വിടുതൽ എനിക്ക് നൽകിയതിനായി സ്തോത്രം. രണ്ടാമതായി ഞാൻ സാക്ഷി വരുന്ന എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. ഹസ്ബൻഡ് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. കടുത്ത പനി ബാധിച്ച നാളുകളായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ റൂമിൽ തന്നെ ആയിരുന്നു. ആ അവസരത്തിൽ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇവിടെ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ച ആ നിമിഷം തന്നെ കർത്താവ് പനി പൂർണ്ണമായ സൗഖ്യം നൽകി. പിറ്റേ ദിവസം മുതൽ പരിപൂർണ്ണ സൗഖ്യത്തോടുകൂടി ഇന്നും ആ ജോലിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു. കർത്താവിനായി സ്തോത്രം ചെയ്യുന്നു. ഇനി ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഏതാണ്ട് 2 വർഷക്കാലമായിട്ട് എൻ്റെ കാലിൻ്റെ പാദത്തിന് അടിവശത്ത് അതായത് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ, പഴുത്ത് ചൊറിഞ്ഞ് പൊട്ടിയ അവസ്ഥയിൽ, കാല് തറയെ ചവിട്ടാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഈ സമയത്ത് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും പോളിയോ ഹോമിൽ ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരുന്നു. കാല് ഞാൻ തറയിൽ ചവിട്ടി ഓരച്ചാണ് ഞാൻ ചൊറിയുന്ന, കൈ കൊണ്ട് ചൊറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഏതാണ്ട് ഒരു 5 മാസം മുമ്പ് ഞാൻ ഇവിടെ ഒരു ആരാധനയെ പങ്കെടുത്തു. ഒരു സെക്കൻഡ് സാറ്റർഡേ ആരാധനയെ പങ്കെടുത്ത സമയത്ത് ഞാൻ ചെരുപ്പ് എങ്ങനെ മാറ്റിയിടും എന്ന വിഷമത്തിൽ ഇവിടെ സാക്ഷി പറയാനായിട്ട് കയറിയപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് മാറി ഈ മണ്ണിൽ ചവിട്ടി ഞാൻ നടന്നിവിടെ വന്ന് 2 സാക്ഷ്യങ്ങൾ പറയുകയുണ്ടായി. അതിനുശേഷം എൻ്റെ കർത്താവ് പൂർണ്ണമായും എനിക്ക് തുടച്ച് ഒരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ എൻ്റെ കാലുകൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകിയിരിക്കുന്നു. കാല് വ്രണം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ് കാലിൻ്റെ അടിവശം. കർത്താവ് ഇത്ര വലിയ സൗഖ്യം എനിക്ക് നൽകി, ഇത്ര അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നൽകി കൃപയോർത്ത് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ വർഷം പുതുവത്സര സ്തോത്രോത്സവം ആരാധന ഇവിടെ നടക്കുമ്പോൾ ഈ പിതാവ് ജനറൽ ഹോസ്പിറ്റൽ ICU യൂണിറ്റിലാണ്, മരണ അവസ്ഥയിലായിരുന്നു. കർത്താവ് ആ അവസ്ഥ
ദൈവാത്മാവിൽ കൂടി വെളിപ്പെടുത്തി വചനം അയച്ച് ജീവൻ മടക്കി കൊടുത്തു. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജയശ്രീ എന്നാണ്. ഞാൻ കഴക്കൂട്ടം ദേശത്തു നിന്നാണ് കടന്നു വരുന്നത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എൻ്റെ പിതാവിനൊരു ആക്സിഡൻറ്റ് നടക്കുകയും വണ്ടിയുടെ ടയർ കാലിൽ പാദത്തിൽ കൂടി കയറി ഇറങ്ങുകയും ഇടയായി. ഞങ്ങൾ ഉടനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുവാനിടയായി. അപ്പോഴവിടുത്തെ ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താലും മാംസം വെച്ച് പിടിപ്പിച്ചാലും അതൊരിക്കലും ഇരിക്കത്തില്ല, വിരലുകളൊന്നും അനങ്ങത്തില്ല, നടക്കാൻ പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു. എങ്കിലും നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് തരിക എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുവാനിടയായി. പിന്നെ അതിനുശേഷം ജനറൽ ഹോസ്പിറ്റലിൽ ഞങ്ങളെ അവിടത്തേക്ക് മാറ്റി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരാൻറ്റി വർഷങ്ങളോളം കൊണ്ട് ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്നു. അവർ ഞങ്ങളുടെ കുടുംബമായി കഴിഞ്ഞ ജനുവരി 1 പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ ദേവദാസൻ പ്രവചന സമയത്ത് ഇങ്ങനെ പറയുകയുണ്ടായി, ചില വ്യക്തികളിൽ മേൽ ദൈവം മാംസങ്ങളെ വെച്ച് പിടിപ്പിക്കുകയാണ് എന്ന് പറയുവാനിടയായി. പക്ഷേ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പിതാവിനെ ദൈവകരങ്ങളിൽ കൊടുത്ത് അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ അനങ്ങത്തില്ല എന്ന് പറഞ്ഞ വിരലുകൾ അനങ്ങാനിടയായി. ചെറിയ ഒരു പ്ലാസ്റ്റിക് സർജറി മാത്രമാണ് എൻ്റെ പിതാവിന് ചെയ്തത്. ഇന്നുവരെയും അതിലൊരു ചൊറിച്ചിലോ ഒന്നുമില്ലാതെ ദൈവം മാംസം വെച്ചു പിടിപ്പിച്ച ആ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച ദേവദാസനും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ഇവിടെ നേരത്തെ സാക്ഷ്യം പോളിയോ ഹോമിൽ പറഞ്ഞതാണ്, ഇവിടെയും പറഞ്ഞതാണ്. വീണ്ടും ദൈവം ഒരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാനായിട്ട് അവസരം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാനിത് പറയുന്നത് എൻ്റെ ഭവനത്തിൻ്റെ തൊട്ട് പുറകിൽ താമസിക്കുന്ന ഒരു ഭവനവുമായിട്ടാണ്. ഞങ്ങളെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയുന്ന അടിക്കുകയല്ല, വാക്കുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ വളരെ ശക്തമായിരുന്നു. നിരന്തരമായി ഇങ്ങനെ ശല്യപ്പെടുത്തി. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവിടുന്ന് വേറെ വീട് നോക്കി മാറാനായിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് തീരുമാനിച്ചു. പല വീടുകളും പോയി നോക്കി. അങ്ങനെ ഇരിക്കുന്ന സമയം ഞങ്ങൾ പോളിയോ ഹോമിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ബ്രദറിൻ്റെ അടുത്ത് ഈ വിഷയം പറയുകയും ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ചൊവ്വാഴ്ച പ്രാർത്ഥന മധ്യേ ബ്രദർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് പോകേണ്ടവരല്ല, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കേണ്ടവരാണ്, നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകേണ്ടവരല്ല, ദൈവം നിങ്ങളെ പറഞ്ഞയക്കുകയില്ല എന്ന് ദൈവം അരുളി ചെയ്തു. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ഞങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോയില്ല. ദൈവം അതിശയമായിട്ട് ഞങ്ങളെ ഉപദ്രവിച്ച സ്വന്തം വീടുള്ള പാർട്ടികൾ അവിടെ ഒരാഴ്ചക്കകത്ത് ആ വീട് വിട്ടും മാറിപ്പോവുകയും ചെയ്തു. എന്റെ ദൈവം വലിയവൻ തന്നെ. കൈകൾ തട്ടി കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ MBBS വിദ്യാർത്ഥിയാണ്. ഞാൻ MBBSന് ആ കോളേജിൽ സീറ്റ് തെറ്റാൻ തന്നെ കാരണം എൻ്റെ അമ്മയുടെ ഇവിടെ വന്നുള്ള പ്രാർത്ഥന. ഞാനൊരു വെറും ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു സ്കൂളിൽ. അത് കഴിഞ്ഞ് ഇവിടെ ആരാധനയ്ക്ക് വന്ന് 2004 വന്ന തൊട്ടേ ശേഷമാണ് എൻ്റെ പഠിത്തത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായതും ഞാൻ നന്നായി പഠിച്ചു തുടങ്ങിയതും എല്ലായിടത്ത് പോകുമ്പോഴും എനിക്ക് നല്ല മാർക്ക് വാങ്ങി വിജയം വന്ന് അങ്ങനെയാണ് ഞാൻ ഓരോരുത്തന്ന് ഇറങ്ങാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കഴിഞ്ഞ 3rd ഇയർ MBBS എക്സാം എഴുതുമ്പോൾ ഞാൻ 3rd ഇയർ വന്നിട്ട് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ആശുപത്രിയിലായി പെട്ടെന്ന് തന്നെ. കാരണം അവിടെ വൈറൽ ഫീവർ ഉള്ള കാലത്തായപ്പോൾ എനിക്കും ആ ഇൻഫെക്ഷൻ വന്നു. അത് കാരണം എനിക്ക് ആ 1.5 ആഴ്ച ക്ലിനിക്സ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലിനിക്സ് വെറും 2 ആഴ്ച മാത്രമാണ്. എനിക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എൻ്റെ പ്രൊഫസർ പറഞ്ഞു അറ്റൻഡൻസ് കുറവായതുകൊണ്ട് ആ ക്ലിനിക്സ് നിർബന്ധമായും ചെയ്തേ പറ്റുള്ളൂ, അതിന് വേറെ ക്ലാസ്സും തരാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് അറ്റൻഡൻസ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, ഇപ്രാവശ്യത്തെ എക്സാം എഴുതാൻ തന്നെ ബുദ്ധിമുട്ടാണെന്ന്. അറ്റൻഡൻസ് 90% വേണമായിരുന്നു. ഞാൻ അന്ന് വൈകുന്നേരം അമ്മയോട് വളരെയധികം ഭാരത്തോടെ
പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു. അമ്മ ആൻറ്റിയെ വിളിക്കാൻ പറഞ്ഞു. അന്ന് തന്നെ വിളിച്ചു. ആൻറ്റി പ്രാർത്ഥിച്ച് പറഞ്ഞു ധൈര്യമായിരിക്കുക, ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുതിയൊരു റൂള് വന്നിരിക്കുന്നു. ഇനി മുതൽ ക്ലിനിക്സിന് ഈ വർഷം മാത്രം 75% അറ്റൻഡൻസ് മതി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എൻ്റെ കമ്മ്യൂണിറ്റി മെഡിസിൻ പേപ്പർ, എൻ്റെ പ്രാക്ടിക്കൽസ് വന്നിട്ട് ഒരു വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു എക്സാമിനറാണ് വന്നത്. ഒരിക്കലും ആരെയും പാസ്സാക്കത്തില്ല. എൻ്റെ ബാച്ചിൽ തന്നെ കുറേ പേരെ ഫെയിലാക്കി. എനിക്ക് ക്ലിനിക്കൽ പ്രോബ്ലം കിട്ടിയത് ഭയങ്കര ടഫായിരുന്നു. എക്സാം കഴിഞ്ഞ് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് തന്നെ ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ആൻറ്റി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ധൈര്യമായിരിക്കും, അദ്ദേഹം ഉന്നത വിജയം നൽകാൻ പോകുന്നെന്ന്. എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവാൻ സാധിച്ചു. ഇത്രയും അത്ഭുതം ചെയ്ത് എന്നെ ഫൈനൽ ഇയർ ഇപ്പോൾ എക്സാം എഴുതാൻ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് കോടാനുകൂടി നന്ദി. കഴിഞ്ഞ വർഷം ഞങ്ങൾ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു. കഴിഞ്ഞ വർഷം മക്കളില്ലാതെ വീർപ്പ് മൂട്ടി ജീവിതം തകർന്ന് ജീവിക്കുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു വിട്ട് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ എല്ലാവരെയും തൊട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. പക്ഷെ സാക്ഷി പറയുവാൻ വന്നത് 1, 2, 3 മറ്റതെല്ലാം മുങ്ങിക്കളഞ്ഞു. കർത്താവിൻ്റെ നാക്കിൽ തന്ന വാക്ക് ഇന്ന് നിങ്ങൾ 2 പേരുമായി വന്നിരിക്കുന്നു, അടുത്ത വർഷം 3 പേരുമായി വരും. ആദ്യം പ്രവർത്തിച്ചത് ഞങ്ങൾക്കാണ്. അങ്ങനെ നന്ദിയോട് 12 ആണ്ടുകൾ മക്കളില്ലാതെ ദേശത്തിൽ നിന്ദിക്കപ്പെട്ട ഒരു സഹോദരിയെ കഴിഞ്ഞ വർഷം എഴുന്നേൽപ്പിച്ചു വിട്ടപ്പോൾ കർത്താവ് എല്ലാവരെയും തൊട്ട്, ഈ മേളയും കർത്താവ് അഗ്നി കൊണ്ട് തൊട്ട് അതേ മാസത്തിൽ ഗർഭം ധരിച്ച്. ആമേൻ. അവർക്കൊരു പെൺകുട്ടിയെ ദൈവം കൊടുത്ത്. വരിക സിസ്റ്റർ, കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ സാക്ഷി നിങ്ങൾക്ക് കേൾക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2012 പുതുവർഷ ആരാധനയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അന്നത്തെ ആരാധനയുടെ അവസാന പ്രാർത്ഥനയിൽ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, മക്കളില്ലാത്തവർ എഴുന്നേറ്റ് നിൽക്കുവാൻ. ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, 2 പേരായിട്ട് കടന്നു വന്നിരിക്കുന്നു, അടുത്ത വർഷം 3 പേരായിട്ട് കടന്നു വരുമെന്ന്. അപ്പോൾ ആ മാസം തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചു. ഇന്ന് 3 പേരായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഒരു നാൾ കൂടെ ദൈവം തന്നല്ലോ, ഒരാണ്ട് കൂടെ ദൈവം കനിഞ്ഞല്ലോ. ദൈവമേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി. വാ തുറക്കുക, വാ തുറക്കുക. ലെറ്റ് us all thank him. ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഉള്ളു തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. ഹല്ലേലൂയ. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. തൻ്റെ ജനത്തിന്മേൽ ദൈവകൃപ ചൊരിയുവാൻ സ്വർഗം താണിറങ്ങി വരുന്നു. നന്ദി, 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 നന്ദി യേശുവേ, കർത്താവേ നന്ദി. കണ്ണുകൾ അടയ്ക്കുക, ഹൃദയം തുറക്കുക, വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുക. ആരും വാ അടച്ച് നിൽക്കരുതേ. രാജാതി രാജ, രാജാക്കന്മാർക്കെല്ലാം രാജ അവൻ വന്നിട്ടുണ്ട്, അവൻ വന്നിട്ടുണ്ട് നിന്നെ അനുഗ്രഹിക്കുവാൻ. ദൈവ പൈതലേ, നിന്നെ അനുഗ്രഹിക്കുവാൻ, എല്ലാരെയും അനുഗ്രഹിക്കുവാൻ അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു.
അഭിഷേക തീ വ്യാപരിക്കുന്നു ഓരോരുത്തരിലും ഓരോരുത്തരിലും ഓരോരുത്തരിലും. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ. അഗ്നി മഴ വർഷിപ്പിക്കപ്പെടുന്നു, അഗ്നി മഴ വർഷിപ്പിക്കപ്പെടുന്നു. ഐ സീ ഹിം. എൻ്റെ ദൈവത്തെ ഞാൻ കാണുന്നു. അവൻ ഇവിടെ ഉണ്ട്, അവൻ ഇവിടെ ഉണ്ട്. നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ. Only to bless you, only to bless you. Amen. My master is very much present here. നന്ദി, 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 നന്ദി. പാപമേറ്റു സാപ കോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാൽ. പാപമേറ്റു സാപ കോരവിടയാൽ മനമുരുകു മധ്യ ചെയ്യിടാൽ. അധ്വാനിക്കുന്നു ഭാരം വഹിപ്പോ യേശുവിൻ്റെ പാതയിൽ ചേരുക. അധ്വാനിക്കുന്നു ഭാരം വഹിപ്പോ യേശുവിൻ്റെ പാതയിൽ ചേരുക. ഞാൻ ആശ്രയിക്കും പാറ. കൈകൾ ഉയരട്ടെ, കരങ്ങളെ തട്ടുക, വാ തുറന്ന് അടിശക്തിയായി കൈകൾ ഉയർത്തി, കൈകൾ ഉയർത്തി, ഇനിയും കൈകളെ ഉയർത്തി അതിശക്തിയായി. ദൈവമേ നന്ദി. വാ തുറന്ന് പാടുക. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനെ. സത്യ വഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. സത്യ വഴിയോ വാതിലുമായ യേശുരാജൻ പാദം ചുംബിക്കാൻ. ഞാൻ ആശ്രയിക്കും പാറ, என் ரட்சையின் வெளிச்சம். நான் ஆறு பேடிக்கோ கர்த்தன் என்றே அபயம். இடையும் சிரேஷ்டன் கிறிஸ்து வீர பூஜ்யமுள்ள. கைகள் உயர்த்தி எல்லாவரும் இடைய சிரேஷ்டன். கைகள் உயரட்டே. பூஜ்யமுள்ளோ കരം പിടിച്ചു നായിക്കുന്നേ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. ആമേൻ, 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 ആമേൻ. ദൈവമേ, അങ്ങ് കടന്നു വന്നിരിക്കയാൽ സ്തോത്രം. എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഒന്നും പുറപ്പെടരുതേ. നിങ്ങളുടെ ദിവ്യ ശക്തിയിൽ നിറഞ്ഞ ജീവന്റെ വചനം നിങ്ങളുടെ ജനത്തെ കേൾപ്പിക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ നല്ല ദൈവമേ, ആമേൻ. ഫിലിപ്പിയർ 4:19. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സന്തോഷമുള്ളവർ അരക്കൈയല്ല, മുഴു കൈയും ഉയർത്തി കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എൻ്റെ ദൈവമോ
നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും നിങ്ങളുടെ കുറവുകൾ ഒക്കെയും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തി തരും. But my God shall supply all your need according to his riches in glory by Christ Jesus. என் தேவன் தம்முடைய ஐஸ்வரியத்தின்படி உங்கள் குறைவையெல்லாம் கிறிஸ்து இயேசுவுக்குள் மகிமையிலே நிறைவாக்குவார். കുറവ് നിറവാക്കുന്ന നല്ല ദൈവം. ആമേൻ. ഈ പുത്താണ്ടിൽ ദൈവജനത്തിൻ്റെ കുറവുകളെല്ലാം നിറവാക്കി തരുന്ന നല്ല ദൈവം. എപ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 13:10 പൂർണ്ണമായിട്ട് വരുമ്പോഴോ അംശമായിട്ട് നീങ്ങിപ്പോകും. Hallelujah. When that which is perfect comes, then that which is in part shall be done away. പൂർണ്ണമായിട്ട് വരുമ്പോൾ അംശമായിട്ട് നീങ്ങിപ്പോകും. സമ്പൂർണ്ണൻ വരുമ്പോൾ അപൂർണ്ണൻ മാറിപ്പോകും. നാം ആരാധിക്കുന്ന ദൈവം സമ്പൂർണ്ണൻ. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:14 പ്രകാരം, ജെരേമിയ 32:17 പ്രകാരം, ജെരേമിയ 32:27 പ്രകാരം എൻ്റെ ദൈവം സർവശക്തൻ. സങ്കീർത്തനം 139:7 പ്രകാരം എൻ്റെ ദൈവം സർവവ്യാപി. 1 യോഹന്നാൻ 3:20 പ്രകാരം എൻ്റെ ദൈവം സർവജ്ഞാനി. വെളിപ്പാട് പുസ്തകം 4:11 പ്രകാരം എൻ്റെ ദൈവം സർവത്തിൻ്റെ നിർമ്മിതാവ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:25 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ദൈവം സദാ ജീവിച്ചിരിക്കുന്നവൻ. ചുരുക്കത്തിൽ അവൻ സമ്പൂർണൻ. മൈ ഗാഡ് ഈസ് എ പെർഫെക്റ്റ് ഗാഡ്. സമ്പൂർണനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ കുറവുകളെല്ലാം അവൻ നിറവാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കണ്ടീഷൻ, നമ്മുടെ കുറവുകൾ നിറവാക്കപ്പെടണമെങ്കിൽ ദൈവജനമേ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ഉള്ള അവസ്ഥ നാം സമ്മതിക്കണം. ആമേൻ. ഞാനൊരു ക്രൂസൈഡിൽ പ്രസംഗിക്കുവാൻ കടന്നുപോയി. അതൊരു ഓപ്പൺ സ്റ്റേഡിയം. 10,000 ആ കൂട്ടത്തിൽ പങ്കെടുത്ത് അവിടുത്തെ കോർഡിനേറ്ററായ ഒരു റെവറൻറ്റ് അച്ഛൻ കൂട്ടങ്ങൾ കഴിഞ്ഞ് ആ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ എന്നെ കൊണ്ടുപോയി. ബ്രദർ, പല ഭാഗത്തിൽ നിന്ന് പല ജനം ഈ കൂട്ടത്തിൽ പങ്കെടുത്ത് 10,000 ഈ ഒറ്റ വീട് സ്റ്റേഡിയത്തിൻ്റെ അടുത്തിരുന്നിട്ടും ഈ ഒറ്റ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞു പോലും ഈ കൂട്ടത്തിൽ കടന്നു വന്നില്ല. ഞാൻ അവരോട് ചോദിച്ച്, ആ വീട്ടിൻ്റെ അപ്പനാണെങ്കിൽ കള്ളുകുടിയൻ. കള്ള് കുടിക്കുന്നത് കന്നാസിലാണ്. കന്നാസിൽ കള്ള് കുടിച്ച് മൂക്കുമുട്ട കുടിച്ച് നടക്കും. അയാൾ 4 കാലിലാണ് നടക്കുന്നത്. അമ്മയാണെങ്കിൽ ഒരു 100 വീടെങ്കിലും കയറി ഇറങ്ങും. പരദൂഷണം. 3 മക്കളുണ്ട്. ഒന്നിന് കണ്ണില്ല, ഒന്നിന് കാലില്ല, ഒന്നിന് കൈയില്ല. ഇത്ര ആയിട്ടും ഒന്നും സംഭവിക്കാത്തത് പോലെയാണ്. കുറവ് ഉള്ളവൻ ദൈവസന്നിധിയിൽ അത് സമ്മതിക്കണം. ഞാൻ കണ്ണുനീരോട് അവരോട് ചോദിച്ച്, ഈ കൂട്ടം വെറും അരഫർലാങ്ങിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്, എന്തുകൊണ്ട് വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തന്ന മറുപടി, ഞങ്ങൾ റോമാക്കാരാ. അപ്പോൾ അച്ഛനോട് ചോദിച്ച്, അപ്പോൾ ഇവർ ഇന്ത്യയിലുള്ളവരല്ലേ?
ഇന്ത്യയിലുള്ളവരല്ലേ ഇങ്ങനെ പലർ ദൈവസന്നിധി വിട്ട് അകന്നു നിൽക്കുന്നവർ. പ്രിയമുള്ളവരെ, കുറവ് സമ്മതിച്ചാൽ നിറവ് പ്രാപിക്കും. യേശുവിൻ്റെ സന്നിധിയിൽ നീ കുറവ് പ്രാപിച്ചാൽ നീ നിറവ് പ്രാപിച്ചു മടങ്ങിപ്പോകും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 17-ാം വചനത്തിൽ ഒരു സഭ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ലവോദിയാക്കിയാലെ സഭ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവം അവരെ കണ്ടത്, നീ നിർഭാഗ്യൻ, നീ അരിഷ്ടൻ, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ ആയിരുന്നിട്ടും നീ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നു, ആ സഭ പറയുന്നു, അല്ല അല്ല ദൈവമേ, ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നൻ, എനിക്ക് ഒന്നും മുട്ടില്ല, എനിക്ക് എല്ലാം നിറവാണ് ഉള്ളത്. ഉള്ളതുപോൽ കാണുന്ന ദൈവം ആ സഭയോട് അരുളി ചെയ്യുന്നു, വെളിപ്പാട് പുസ്തകം 4:17 നീ മാനസാന്തരപ്പെടുക. 2013 എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചത് തൻ്റെ ജനത്തിന് നിറവിൻ്റെ ആണ്ടാണ്. ആമേൻ. തൻ്റെ ജനത്തിന് നിറവിൻ്റെ ആണ്ടാണ്. കുറവ് സമ്മതിച്ച് ദൈവസന്നിധിയിൽ അടുക്കുന്നവന് ഈ വർഷം നിറവിൻ്റെ ആണ്ടാണ്. ആമേൻ. എൻ്റെ ദൈവം കള്ളം പറയുകയില്ല. ദൈവം അരുളി ചെയ്താൽ അതുപോലെ സംഭവിക്കും. 2013 ദൈവജനത്തിൻ്റെ നിറവിൻ്റെ ആണ്ടാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ മക്കളില്ലാതെ നെടുവീർപ്പോട് വന്നിരിക്കുന്ന എല്ലാവരെയും എഴുന്നേൽപ്പിച്ചു വിട്ട് യേശുവോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച് കർത്താവ് മറുപടി നൽകി, മകനെ പറയുക, ഇന്നവർ 2 പേരുമായി വന്നിരിക്കുന്നു, അടുത്ത ആണ്ട് വരുമ്പോൾ ഇവർ 3 പേരുമായി വരും, ഞാൻ ഇവരെ തൊട്ട് അനുഗ്രഹിച്ചയക്കും. അതോടൊരു കാര്യം അരുളി ചെയ്ത്, ക്യാൻസർ രോഗത്തോട് വന്ന് എല്ലാ പേരെയും ഞാൻ തൊട്ട് ശപിക്കമാക്കുന്നു. തെമരിച്ചൽ നിന്ന്, മലയെങ്കിൽ തെമരിച്ചൽ നിന്ന്, ആൽത്തറ ജംഗ്ഷനിൽ നിന്നൊരു 10 വയസ്സ് ചെറുപ്പക്കാരൻ അനുജൻ കഴിഞ്ഞ ഞായറാഴ്ച വന്ന് പറയുന്നു, ഞാൻ ക്യാൻസറുമായി ഇവിടെ കടന്നു വന്ന് എൻ്റെ ശരീരമൊക്കെയും മുള കട്ടി. അങ്കിൾ യേശുവിൽ ആശ്രയിച്ച് അഭിഷേക തീയിൽ നിറഞ്ഞു പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള കട്ടികൾ ഒക്കെയും പറന്ന് എനിക്ക് സൗഖ്യമായി. ആമേൻ, ഹല്ലേലൂയ. അതേ ദൈവം ഇന്നിവിടെ ഉണ്ട്. പ്രത്യേകിച്ചും യേശു കർത്താവ് ഇപ്പോൾ അടിയനോട് സംസാരിക്കുന്നു, നിങ്ങളുടെ അവയവങ്ങളിൽ ചെത്ത അവസ്ഥ ഉള്ളവർ, യു മേ ബി ഹാവിംഗ് കിഡ്നി ബട്ട് ഇറ്റ് ഈസ് എ ഡെഡ് കിഡ്നി, പ്രവർത്തനരഹിതമായ കിഡ്നി, പ്രവർത്തനരഹിതമായ ശ്വാസകോശം, അപ്പോൾ മരിച്ച് പിന്നെ പ്രവർത്തിക്കുന്ന ഹൃദയം, ഇങ്ങനെ ഉള്ള അവയവത്തിൽ മരിച്ചവയിൽ എത്തിയിരിക്കുന്ന അനേകരെ യേശു ഇപ്പോൾ തൊട്ട് ശപിക്കമാക്കുന്നു. ഇപ്പോൾ 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 അഭിഷേക തീ വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. ഇപ്പോൾ വിടുതലിൻ കരം വ്യാപരിക്കുന്നു. ആമേൻ. ചെത്ത കിഡ്നിയിൽ ജീവനുള്ള കിഡ്നി കർത്താവ് സ്ഥാപിക്കുന്നു. കാഴ്ചയില്ലാത്ത കണ്ണിൽ പുതു കണ്ണ് കർത്താവ് സ്ഥാപിക്കുന്നതാ. പ്രവർത്തിക്കാത്ത ശ്വാസകോശങ്ങളെ കർത്താവ് മാറ്റി പുതിയ ശ്വാസകോശം കർത്താവ് ഘടിപ്പിക്കുന്നു. ജീവന്റെ കരം, ജീവന്റെ കരം. നന്ദി, നന്ദി യേശുവേ, നന്ദി, നന്ദി. കുറവേ ഇല്ലാത്ത മനുഷ്യൻ ഈ ഭൂമിയിലില്ല. ഏതെങ്കിലും ഒരു കുറവ് ഉണ്ട്, പക്ഷേ അത് ദൈവസന്നിധിയിൽ സമ്മതിക്കണം. ആമേൻ. ദരിദ്രന് ആഹാരത്തിൻ്റെ കുറവ്, സമ്പന്നന് സമാധാനത്തിൻ്റെ കുറവ്. ഒരു ഗ്രാമത്തിൽ ഒരു ചപ്പമുക്കൻ ജീവിച്ചിരുന്നു.
ഇയാൾ എന്നും കണ്ണാടിയിൽ പോയി നിന്ന് നോക്കും, മൂക്ക് അല്പം ചപ്പിയിരിക്കും. ദൈവസന്നിധിയിൽ അയാൾ കരയും, അയ്യോ ദൈവമേ എനിക്ക് മാത്രം ചപ്പ മൂക്ക്. ഒരു നാൾ നിരാശപ്പെട്ട് ഇയാൾ ഒരു പാർക്കിൽ പോയിരുന്നപ്പോൾ അവിടെ നിന്ന് ഒരു മനോഹരമായ പാട്ട് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സുന്ദരിയായ യുവതി ഇരുന്ന് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇവൻ ഉള്ളിൽ അസയപ്പെട്ട് എനിക്ക് മാത്രം ചപ്പ മൂക്ക്, അവൾക്ക് എത്ര സൗന്ദര്യം, കിളി പോലെ ശബ്ദം. അവളുടെ അടുക്കൽ പോയി അസൂയപ്പെട്ട് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി തൻ്റെ കണ്ണിൽ വച്ചിരുന്ന കറുത്ത കണ്ണട മാറ്റിയിട്ട് തൻ്റെ പൊട്ടക്കണ്ണ്, കണ്ണ് കാണാത്ത കണ്ണിനെ കാണിച്ചു കൊടുത്തു. ഒരു കണ്ണ് കാണത്തില്ല. തൻ്റെ തലമുടി അനക്കി കൃത്രിമ തലമുടി അയാൾക്ക് കാണിച്ചു കൊടുത്ത്, തൻ്റെ ഒരു കാലിനെ കാണിച്ചിട്ട് ഇത് കൃത്രിമ കാലാണ്, എങ്കിലും എൻ്റെ സൃഷ്ടാവിനെ ഞാൻ സന്തോഷത്തോട് പാടുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെ കുറവ് നിറവാകുന്നത്? നിന്നേക്കാൾ കുറവുള്ളവരെ കാണുമ്പോൾ നിന്നിൽ പകരപ്പെട്ട ദൈവ സ്നേഹത്തിനായി നീ ദൈവത്തെ സ്തുതിക്കണം. കുറവ് മാറിപ്പോകും. നിന്റെ കുറവ് ചെറുതാണ് എന്ന് നീ മനസ്സിലാക്കണം. മൂന്നാമത് പ്രിയമുള്ളവരെ, കുറവ് നിറവാക്കുന്നവൻ ഒരേ ഒരുത്തൻ, ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രം. കുറവ് നിറവാക്കുന്ന ആ ദൈവവുമായി ഒരു കൂട്ടായ്മ നീ സ്ഥാപിക്കണം. ഹല്ലേലൂയ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, ചെങ്കടൽ കടന്ന് യഹൂദജനം അക്കരയിലെത്തി, മാറാ മരുഭൂമിയിലെത്തി 3 നാൾ വെള്ളം കിട്ടാതെ അണഞ്ഞപ്പോൾ കിട്ടിയത് അല്പം ജലം. രുചിച്ചു നോക്കിയപ്പോൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കയ്പ്. മാറാ വെള്ളം കയ്പ്. മോശയോട് ജനം ബഹളം കൂട്ടി. മോശെ ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ച് ദൈവം ഒരു മാർഗം കാണിച്ചു കൊടുത്ത് ഒരു മരത്തെ വെട്ടി വെള്ളത്തിലിടുക. ആ സെക്കൻഡിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കയ്പായ വെള്ളം മധുരമായി തീർന്ന് നിന്റെ കയ്പായ ജീവിതം മധുരമാക്കുവാൻ, കുറവ് നിറവാക്കുവാൻ യേശു ഇവിടെ ഉണ്ട്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ശൂനേം ഘാനത്തിൽ ധന്യയായ സ്ത്രീ എലിശാ പ്രവാചകനെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ച് ആഹാരം കൊടുത്ത് പാർപ്പിടം ഒരുക്കി കൊടുത്ത് അവളുടെ വീട് വിടുമ്പോൾ എലിശ ചോദിക്കും, കേഹസി ചെന്ന് അന്വേഷിക്കുക, ഇതൊക്കെയും തൻ്റെ ദാസൻ അവൾ ചെയ്തു തന്നല്ലോ. വാട്ട് ഐ മസ്റ്റ് ഡു ഫോർ ഹെർ, അവൾക്ക് ഞാൻ എന്ത് ചെയ്യണം? അവൾ ഓടി വന്ന് നിലവിളിച്ച് പറയും, ഞാൻ മക്കളില്ലാത്തവൻ, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട് യജമാനനെ. ഐ എം എ ചൈൽഡ്ലെസ് ബാരൻ വുമൻ. ഞാൻ മക്കളില്ലാത്തവൾ, ഞാൻ നിന്ദിക്കപ്പെട്ടവൾ. വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ അഭിഷക്ത ദാസൻ എലിശ ദൈവ കൃപയിൽ നിറഞ്ഞു നിന്ന് അവളോട് പറയും, മകളെ, അടുത്ത ആണ്ട് ഈ സമയം വരുമ്പോൾ നീ ഒരു ആൺകുട്ടിയെ അണച്ചിക്കൊള്ളും. ആമേൻ. നീ യേശുവുമായി ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ തുടങ്ങിയാൽ നിന്റെ കുറവ് നിറവാക്കിത്തരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കാന കല്യാണ വീട്ടിൽ യേശുവിനെ അവർ ക്ഷണിച്ചിരുന്ന് തക്ക സമയത്ത് വീഞ്ഞ് തീർന്നുപോയി. നിലവിളിയായി യേശുവിന് ആ വാർത്ത കിട്ടി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, യേശു കൽപ്പിച്ച് കൽപ്പാത്രത്തിൽ വെള്ളം കൊണ്ട് നിറപ്പിൻ. കർത്താവിൻ്റെ സാന്നിധ്യം നിറച്ച കൽപ്പാത്രങ്ങളുള്ള വെള്ളമൊക്കെയും വീഞ്ഞായി തീർത്ത്. യോഹന്നാൻ 2:10 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അത് നല്ല വീഞ്ഞ്. കുറവ് നിറവാക്കി കൊടുത്ത നല്ല ദൈവം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആപ്പാടെ വീഴുക. പുതുവാഗ്ദത്തവുമായി 2013
തൻ്റെ ജനത്തിന് നിറവിൻ്റെ ദിവസങ്ങളുമായി യേശു ഇവിടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാർ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാർ. ഇതുപോലൊരു സമയം നമുക്കുണ്ട് മനമേ, ഇതുപോലൊരു തരുണം നമുക്കുണ്ട് മനമേ. ഹായണ്ടാനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി പൂവിൽ വരും നാൾ. ഹായണ്ടാനന്ദം പ്രിയൻ ശോഭിത സൂര്യനായി പൂവിൽ വരും നാൾ. നീ ശപിക്കപ്പെട്ട ആളാണോ? ഇവൻ ഗുണം പിടിക്കുകയില്ല, ഇവന്റെ ജീവിതത്തിൽ വളർച്ചയില്ല എന്ന് തള്ളിക്കളയപ്പെട്ട ആളാണോ? എൻ്റെ അപ്പൻ ക്രിസ്തുവുമായി നീ ഒരു കൂട്ടായ്മ തുടങ്ങിയാൽ ഇന്നു മുതൽ ഈ ആണ്ടിനക്ക് നിറവിൻ്റെ ആണ്ടായി മാറും. 10ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പന് കുളിച്ചിട്ട ആളാണ് ഞാനൊരു അനാഥൻ. പക്ഷെ നിങ്ങളെക്കാൾ എല്ലാവരേക്കാൾ കർത്താവ് എന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കുന്നു. നിങ്ങൾ ചവിട്ടിയിരിക്കുന്ന മണ്ണിലേക്കാൾ താഴ്ത്തി ഞാൻ പറയുന്നു, എൻ്റെ യേശുവിനെ ഞാൻ പിടിച്ചത് കൊണ്ട് അവൻ എന്നെ ഉയർത്തി. എന്നെ ഉയർത്തിയവൻ നിന്നെയും ഉയർത്തും. പുതിയ വർഷം ദൈവമക്കളുടെ നിറവിൻ്റെ വർഷമാണ്. ആകയാൽ സന്തോഷത്തോട് കൈകളെ ഉയർത്തി, കൈകളെ തട്ടി പഴയ പാട്ട് എന്നോട് ചേർന്ന് പാടുക. ആമേൻ. കോണ്ടും കാറ്റുണ്ടി വാനദേശൻ പ്രിയനെ എന്നെ വിടല്ലേ. കോണ്ടും കാറ്റുണ്ടി വാനദേശൻ പ്രിയനെ എന്നെ വിടല്ലേ. കൊടിയോടു ഞാൻ വരുന്നേ, എന്നെ സങ്കടം അങ്ങ് തീർക്കണേ. കൊടിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ പാർത്തിരുന്നവർ എത്ര പേർ ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം. നന്ദിയാലുള്ളം തുടിച്ചിടുന്നു തള്ളയാം യേശു കാരുണ്യം. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിട് നല്ല സന്ദർഭം ആകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാനിട് നല്ല സന്ദർഭം ആകുന്നു. ഓരോന്നോരോന്നായി ധ്യാനിപ്പാ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. റഗ്ഗാല ദന്ധനദബ തീ തീ തീ. നിരാശ മാറിപ്പോകുന്നു, ബന്ധന കയറുകൾ പൊട്ടുന്നു, കൊണ്ടുവന്ന രോഗം മാറുന്നു, ടെൻഷൻ പൊടിഞ്ഞു പോകുന്നു. നിങ്ങളിൽ യേശു, നിങ്ങളിൽ യേശു, നിങ്ങളിൽ യേശു.
നമ്പർ 1 എന്തൊക്കെയാണ് കുറവ്? ഏത് കുറവുകളെ ദൈവം നിറവാക്കിത്തരും? നമ്പർ 1 യാക്കോബ് ലേഖനം 1-ാം അധ്യായം 5-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭക്ഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ കുറവ്, ജ്ഞാനത്തിൻ്റെ കുറവ്. ജ്ഞാനം സമ്പൂർണമായി തൻ്റെ ജനത്തിന് ഔദാര്യമായി നൽകുന്ന യേശുവിൻ്റെ അടുക്കൽ വന്ന്, ദൈവ പൈതലേ, നീ യാചിച്ചാൽ നിന്റെ ജ്ഞാനത്തിൻ്റെ കുറവ് ദൈവം നിറവാക്കി തരും. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വചനത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ തൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വചനത്തിൽ സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യന് തൻ്റെ അനുഗ്രഹത്തെ സമ്പൂർണമായി നൽകി. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വചനത്തിൽ ഈ ഭൂമിയെ അടക്കി ആളുവാൻ ആ മനുഷ്യന് ദൈവം അധികാരം നൽകി. എല്ലാം നൽകിയ ദൈവം, എല്ലാം ഔദാര്യമായി നൽകിയ ദൈവം ഒന്നിൽ മാത്രം കുറവ് വെച്ച്, ജ്ഞാനത്തിൽ കുറവുള്ളവൻ, ജ്ഞാനത്തിൽ ഒരു ലിമിറ്റേഷൻ അവന് നൽകി. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു ചില പരിമിതികൾ, ബുദ്ധിയിൽ ചില പരിമിതികൾ, ജ്ഞാനത്തിൽ ചില പരിമിതികൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ വെച്ച്. നമ്പർ 1 സഭാപ്രസംഗി 8-ാം അധ്യായം 8-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, എല്ലാം നൽകിയ ദൈവം. അപ്പോസ്തലർ 17:25 എല്ലാവർക്കും എല്ലാം നൽകുന്ന ദൈവം ജ്ഞാനത്തിൽ അല്പം പരിമിതി വെച്ച്, ഒന്നാമത്തെ പരിമിതി സഭപ്രസംഗി 8:8 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, മരണത്തിന്റെ ദിവസത്തിന്മേൽ ഒരു മനുഷ്യനും അധികാരമില്ല. ഹല്ലേലൂയ. ലിമിറ്റേഷൻ ഓൺ ഹിസ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ ഈസ് ഹിഡൻ ഫോർ എ മാൻ. എത്ര വലിയ ഭയങ്കരനായാലും, എത്ര വലിയ മഹാചക്രവർത്തിയായാലും അവന്റെ മരണ ദിവസം അവൻ അറിഞ്ഞുകൂടാ. ആമേൻ. എത്ര വലിയ ആത്മീകനായാലും അവന്റെ മരണ ദിവസം ദൈവം അവന് മറച്ചു വെച്ചിരിക്കുന്നു. ലിമിറ്റേഷൻ നമ്പർ 1 പരിമിതി. ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന് അവന്റെ മരണ ദിവസം അവന് അറിഞ്ഞുകൂടാ. ഒരു നാൾ പണ്ട് എന്നെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ കൊണ്ടുപോയി. ആ വീട്ടിൻ്റെ അപ്പച്ചൻ വയസ്സ് 95. അപ്പച്ചന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവാത്മാവ് അയാളുടെ ഭാവി, അയാളുടെ ഫ്യൂച്ചർ വളരെ കട്ട് ആൻഡ് ക്ലിയറായി എനിക്ക് കാണിച്ചു തന്നു. ദിസ് ജെന്റിൽമാൻ വിൽ ബി ഹിയർ ഓൺലി ഫോർ അനദർ 2 hours. ഇയാൾ 2 മണിക്കൂർ മാത്രമേ ഇനി ജീവിച്ചിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞാൻ മുട്ടുകുത്തി അയാളുടെ ആത്മീക ജീവിതം ദൈവം എനിക്ക് കാണിച്ചു തന്ന്. 95 വയസ്സ് വരെ പള്ളിക്ക് പോയിട്ടും ഉള്ള് കർത്താവിന് കൊടുത്തിട്ടില്ല. ഉള്ളു ശൂന്യമായി കിടക്കുന്ന കർത്താവ് കാണിച്ചു തന്ന്. ഇനി 2 മണിക്കൂർ ഇയാൾ ജീവിച്ചിരിക്കുകയുള്ളൂ. ഞാനൊരു ചെറിയ പ്രാർത്ഥന ആ പിതാവിന് പറഞ്ഞു കൊടുത്ത് യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ വീട്ടിലെത്തിയ 1 മണിക്കൂറിനകം അയാളുടെ മരണ വാർത്ത ഞാൻ അറിഞ്ഞു. കാര്യം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് വീണ്ടും എനിക്കൊരു കാൾ. അവിടുത്തെ മക്കളും മരുമക്കളും ചെറുമക്കളും വന്നിട്ട് പറഞ്ഞു, അങ്കിൾ അന്ന് ഞങ്ങളുടെ അപ്പച്ചന് പ്രാർത്ഥിച്ചതുപോലെ അമ്മച്ചിക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണം. രണ്ടാമത് ഒരു ചോദ്യം, ഈ അമ്മച്ചി ഇനി എത്ര നാൾ ഇരിക്കുമെന്ന് ഒന്ന് പറയണം. ക്രിസ്തീയ മിനിസ്ട്രി ജോത്സ്യമല്ലേ. A man cannot know another man's future.
ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സാലമൻ രാജ എഴുതുന്ന സഭപ്രസംഗി 8:8 മരണ ദിവസത്തിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇല്ല. Then that man will be a god. Limitation number 1. മരണം അവൻ്റെ കയ്യിലുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും വരാം, പിടിച്ചു കൊണ്ടുപോകും. ഒരുങ്ങി ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 3-ാം അധ്യായം 12-ാം വചനത്തിൽ സാലമനെ പോലെ ജ്ഞാനിയായ മനുഷ്യൻ സാലമന് മുമ്പും ജീവിച്ചിരുന്നിട്ടില്ല. 1 രാജാക്കന്മാർ 3:12 പ്രകാരം സാലമനെ പോലെ ജ്ഞാനിയായ മനുഷ്യൻ സാലമന് ശേഷമും ജനിക്കാൻ പോകുന്നില്ല. സോ ഗ്രേറ്റ്, സോ ഗ്രേറ്റ്. അത്ര വലിയ ജ്ഞാനിയായ മനുഷ്യൻ ആരോ ഒരാൾ അയാളോട് ചോദിച്ച്, വാട്ട് വിൽ ഹാപ്പൻ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എ മാൻ? ഒരു മനുഷ്യന് മരണം സംഭവിച്ചാൽ അതിനുശേഷം എന്ത് നടക്കും? ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനി സാലമൻ കൈമലർത്തി പറയുന്ന സഭാപ്രസംഗി 3:21 ആർക്ക് അറിയാം, ആർക്ക് അറിയാം? ഐ ഡു നോട്ട് നോ. ജ്ഞാനി പറയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. മരണ ദിവസം നമ്മുടെ കയ്യിലില്ല. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഒരുങ്ങി ഇരിക്കുന്നവൻ ഭാഗ്യവാൻ. 1810 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഐറോപ്യ രാജ്യം, പോർച്ചുഗൽ, ഓസ്ട്രിയ, പെർഷ്യ, സ്വീഡൻ, റഷ്യ, ഈ രാജ്യങ്ങൾ ഒഴികെ ഐറോപ്യ രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ രാജ്യങ്ങളും തൻ്റെ കാൽ കീഴാക്കി നിലവിളിച്ച് പറഞ്ഞ്, ഐ വിൽ conquer with my white cars the entire world. എൻ്റെ വെള്ള കുതിര കൊണ്ട് ലോകത്തെ ഞാൻ ജയിക്കും. എൻ്റെ വെള്ള കുതിര കൊണ്ട് എൻ്റെ കാൽ കീഴിൽ ലോകം സമ്പൂർണ്ണമായി ഞാൻ ജയിക്കും. നിലവിളിച്ച് പറഞ്ഞ പിറ്റേ നാൾ നെൽസന്റെ മുമ്പിൽ തോറ്റ്.